എങ്ങോട്ടാ? ഒന്ന് കറങ്ങിട്ടൊക്കെ വരാന്നേ. ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കി. ഒളിച്ചത് നോക്കിയാ നോക്കിയത് ആരാന്ന്. കൊള്ളാം കേട്ടോ, സീലിംഗ് ഒക്കെ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഒരു എക്സിറ്റ് ഉണ്ട് കേട്ടോ. ലൂസി, നീ ആരെ വീഡിയോ കാണുന്ന നോക്കിയേ. ഹലോ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്താണ്. അതെ, നിർവാണ റിട്രീറ്റ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ കൂടെ വേറൊരു സ്പെഷ്യൽ ആളുണ്ട്. നമുക്ക് വേണ്ടിയല്ല ഇന്നത്തെ ട്രിപ്പ് വേറൊരാൾക്ക് വേണ്ടിയാ. അങ്ങനെ നമ്മൾ നിർവാണ റിട്രീറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ അവിടെ കണ്ടത് ഒരു പൂച്ചയാണ്. ആരാ മുന്നിൽ നിൽക്കുന്നേന്ന് നോക്കിയേട്ടാ. കൊള്ളാലോ. എന്റെ പൊന്നോ, ഇവരൊക്കെ കൊറേ പേരുണ്ടേ. ലൂസി, നമുക്കെന്ന് പൊളിക്കാം. ഇന്ന് ഞങ്ങള് 3 പേരും കൂടെയാ വന്നത് കേട്ടോ. റിസപ്ഷനൊക്കെ പൊളി കേട്ടോ. So also you can do house grooming as well. It's included. The time is 8:30 to 9:30, sir, in our circle. Also you can join for yoga and meditation session as well. Without the detailed spa session purpose, you have to turn option. അങ്ങനെ റിസപ്ഷനിൽ വന്ന് നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളെ വണ്ടി എടുത്ത് നമ്മളെ റൂമിലോട്ട് പോവാം അല്ലേ. ലൂസി, നമുക്ക് വീണ്ടും മനുഷ്യരോ 6 ആടാ കിട്ടിയത്. എനിക്ക് ആ നമ്പരേ ശരിയാവത്തുള്ളൂ. അത്രേ ഉള്ളു. നമ്പർ നോക്കിയാണ് കൊറിഡോറിൽ പോണത്. അങ്ങനെ നമ്മൾ ചെക്കിൻ ചെയ്തു. ഇനി അടുത്ത് നമ്മളെ റൂമിലോട്ട് പോവുകയാണ്. അപ്പം ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ അവർ പറയുന്നുണ്ട്. ലെറ്റ്സ് സീ. നമുക്ക് കിട്ടിയ റൂം 106 ആണ്. ഇത് ഇവിടെ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാന്ന് അവർ പറഞ്ഞു. അത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലേ, വണ്ടി കറക്റ്റ് കൊണ്ടുവന്ന് റൂമിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടൊക്കെ അല്ലേ. അത് അടിപൊളിയായിട്ടുണ്ട്. അത് മാത്രമല്ല, സെയിം റൂം സെയിം നമ്പർ. അതെ, 106 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റിന്റെ നമ്പർ 106 ആണ്. അപ്പൊ അത് വിട്ടോടി കളിയില്ല. ലൂസിക്കും കംഫർട്ടബിൾ ആയിരിക്കും അത്. അങ്ങനെ നമ്മുടെ റൂം 106. നമ്മുടെ റൂമാടി ആണോ? ഇറങ്ങാം, നമുക്ക് ഇറങ്ങാം. ഇതാണ് നമ്മളെ റൂം. അടിപൊളി. എങ്ങനെയുണ്ടേ ഏട്ടാ? ഇപ്പൊ നോക്കിട്ട് വാഷ്റൂം ഇല്ലെന്ന് തോന്നുന്നില്ലേ? വാഷ്റൂം ഇവിടെ ഒളിച്ചു വെച്ചിരിക്കുക. ചെറിയ വാഷ്റൂമാണ് കേട്ടോ. എല്ലാം ഒരു കോമ്പാക്ട് രൂപം അല്ലേ. ചെറിയ റൂമാണ്. നമുക്ക് തോന്നുന്നു ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. TV ഉണ്ട്. ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നമുക്കൊരു വ്യൂ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ വിശിഷ്ട അതിഥിയെ വിളിച്ചോണ്ട് വന്നാലോ? ലൂസിയേ, നമ്മള് റിസോർട്ടിലെത്തിയടാ. വാടാ, നമ്മള് പുതിയ റൂമാടാ. ഇതേത് റൂമാ? നിങ്ങള് റൂം പറഞ്ഞത് എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞതല്ലേ. ഇതെന്തോടെ സംഭവം? ഒന്ന് കെറ്റിലാന്ന് മനസ്സിലായി. കെറ്റിലുണ്ട്, ചായ ഇടാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. നെസ്കഫേ ഡെക്കോസ്റ്റേന്ന് കാണിക്കുന്നു. അതെന്താ സാധനം? കോഫി മെഷീൻ അല്ലേ. ആണെങ്കിൽ എല്ലാം സെർച്ചിങ്ങിലാണ്. ഇനി കുറച്ച് സമയം ഇങ്ങനെ ആയിരിക്കും. അവനെല്ലാം ഒന്ന് സെറ്റ് ആവണം. അതുവരെ അവന്റെ സ്റ്റാൻഡ് നമ്മള് അവിടെ സെറ്റ് ചെയ്തു. പിന്നെ അവന്റെ ഫുഡും വെള്ളവും ഇവിടെയും സെറ്റ് ചെയ്തു. റൂമിനകത്ത് സെറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവനൊരു കുറച്ച് സമയം എടുക്കും ഇതെല്ലാം ഒന്ന് യൂസ് ആയി വരാം. അതുവരെ ഇങ്ങനെ സെർച്ച് ചെയ്യും. ഫുൾ സെർച്ചിങ് ആണ്. എന്തൊക്കെ എവിടെയൊക്കെ എന്താ ഈ റൂം മാറുന്നത് നിങ്ങൾ എന്റെ കൂടെ പറയാൻ ഞാൻ ചോദിക്കുന്നത്. ലൂസി പറയുന്നത് നമ്മളെ റൂം ഇതുപോലെ അങ്ങ് ചേഞ്ച് ചെയ്താലെന്തോന്നാ, ഹോട്ടൽ സെറ്റപ്പ് ആകിയ എന്താണെന്നാണ് അവൻ ചോദിക്കുന്നത്. കുതിരയുടെ സിമ്പിളാണ് കേട്ടോ. ബെഡില് പില്ലോലടക്കം കുതിരയാണ്. അവിടെ ഒരാള് സെർച്ചിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഈ നോക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവൻ എല്ലാ ഡിസൈനും കാര്യങ്ങളും എല്ലാം നോക്കണം. ആള് ഓക്കെ ആയി. കൊള്ളാം കേട്ടോ. സീലിംഗ് ഒക്കെ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഒരു എക്സിറ്റ് ഉണ്ട് കേട്ടോ. പുറത്തിറങ്ങി നോക്കാം എന്താ ഉണ്ടെന്ന്. ഇതാണ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ. കൊള്ളാല്ലേ, സംഭവം കൊള്ളാം. ഞാൻ വരത്തില്ലേ, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ. എനിക്ക് റെസ്റ്റ് എടുക്കണം. എങ്ങോട്ടാ ഞാൻ പോകണ്ടേ? അകത്തോട്ടല്ല, പുറത്തോട്ട്. ലൂസി കയറിക്കോ, പിന്നെ പോവാം നമുക്ക്. ബാ ലൂസി, ബാ കയറി പിന്നെ പോവാം. ബാ, എനിക്ക് കറങ്ങാനൊന്നും പോകാൻ വയ്യ. ഞാൻ റൂമിലെങ്ങനെ ഇരുന്നല്ലോ. നിങ്ങൾ പോയിട്ടോ. ഇങ്ങനൊരു സാധനം പേടി തന്നെ. ഒരു കോഫി മേക്കറും ഉണ്ട് കേട്ടോ. നമുക്ക് നാളെ അത് റെഡിയാക്കാം. രാവിലെ കോഫി ആയാലോ. അതുകൊണ്ട് ഇവിടെ അതിന്റെ ക്യാപ്സൂൾ ഇരിപ്പുണ്ട്. അമേരിക്കനും ഉണ്ട്, എക്സ്പ്രസ്സും ഉണ്ട്. നാളെ നമുക്ക് ട്രൈ ചെയ്യാം. പുറത്തൊക്കെ ഒന്ന് പോയി വരാനുള്ള പരിപാടിയാ. ഒരുപാട് ആനിമൽസ് ഇവിടെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ഇത് ഓടുന്ന വണ്ടിയാ കേട്ടോ. നമ്മളെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാം.
ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് കുതിരയ്ക്ക് തീറ്റ കൊടുക്കുക, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അവിടെ ഉണ്ട് ആൾക്കാർ. ആളുകളൊക്കെ ഇങ്ങനെ വെറുതെ നിൽക്കുക. പക്ഷെ എല്ലാവരെയും അടുത്ത് പോകണം, സേഫായിട്ട് പോകണം. അടുത്ത് പോകണ്ട. അല്ല, ഇയാൾക്ക് കൊമ്പില്ലടേ. കൊമ്പില്ലെങ്കിൽ എല്ലാവരുടെ കട്ടൊക്കെയാണ്. നേരത്തെ ഒരാൾ നമ്മളെ മൊബൈല് തട്ടിയെടുത്താൻ കളഞ്ഞു. ഹായ് ബേബി. അവൻ പറയണേ എന്റെ ഫാദറാണ് നിനക്ക് കിട്ടിയത്, എന്നിട്ടും പഠിച്ചില്ലേ. പോലെ പോലെ നമ്മളെടുത്തത് ഇതുപോലത്തെ ഒരു റൂമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതെനിക്കൊന്ന് കൺസ്ട്രക്ഷൻ നടക്കുന്നതേ ഉള്ളൂ. ഇവിടെ മൊത്തം 3 ടൈപ്പ് റൂംസ് ആണുള്ളത്. നമുക്ക് തന്നെ കുതിര ഇവിടെ ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ആനിമൽ ഫീഡിങ്ങിനുള്ള പ്രൊവിഷൻ ഉണ്ട്. 20 ദിറം ഒരാൾക്ക് ഒരു ബണ്ടിൽ ഗ്രാസിന് 20 ദിറംസ് ആണ്. അപ്പൊ അയാള് പറഞ്ഞത് ഇവിടെ ക്യാഷ് ആണെങ്കിൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ കൗണ്ടറിൽ കൊടുക്കാൻ പറഞ്ഞു. കുറച്ചുപേരുണ്ട്, എല്ലാരും വരുന്നുണ്ട് ഫീഡ് ചെയ്യാന്ന് അറിഞ്ഞപ്പം. ഒരു കെട്ട് പുല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനേ ഉള്ളു കേട്ടോ. ഇത് നമ്മളെല്ലാം മുരിങ്ങയില കെട്ട് വാങ്ങിക്കുന്ന അത്രേ ഉള്ളു. എടുത്ത് കൊടുക്കട്ടെ, കടി കിട്ടാതെ വാങ്ങിക്കാം. അയ്യോ, അത് ഇച്ചിരിയേ ഉള്ളു. ഇവിടെ എങ്ങോട്ട് കൊടുക്കുക? അവിടെ ബിസിയാ, അവർക്ക് വേണ്ട. ഇപ്പൊ അറിഞ്ഞതേ ഉള്ളു. കഴിച്ചാട്ടാ, കൈ കടിക്കാൻ നോക്കണേ. ചേട്ടനെ ചിരിച്ചു കാണിക്കണം. നീ കഴിച്ചേ. ഇവനൊരു സുന്ദരനാണല്ലേ. അങ്ങനെ നമ്മള് കുതിരയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശക്കുന്നു കേട്ടോ. ഇത് വേറെ ടൈപ്പ് ഡോമാണ്. ഇവിടേക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. സൺസെറ്റ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഉണ്ട് വ്യൂ. നല്ല രസമുണ്ടല്ലേ. ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ടായിരിക്കും. സൺസെറ്റ് ആണ്, അതുകൊണ്ട് താന്ന് പോയിയാണ് ലാസ്റ്റ് മൂമെന്റ് അല്ലേ. അതെ, കറക്റ്റ് ടൈമിന് എത്തി നമ്മള്. അതെ, ഇന്ന് അവന്റെ ദിവസമാണ്. പുറത്തിറങ്ങാൻ നമ്മളെ വിളിച്ചിട്ട് ആള് റെഡിയല്ല. അവൻ ആ റൂമൊക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് നാളെ രാവിലെ അവനെ കൊണ്ടൊരു കറക്കം കാണാം. അവൻ അങ്ങനെയാണ്, പെട്ടെന്ന് പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ റെഡി ആവത്തില്ല. ആദ്യം അവന്റെ ലൊക്കേഷനും അവന്റെ ഏരിയയും റെഡി ആയാൽ മാത്രമേ അവൻ നമ്മളെ കൂടെ ഇറങ്ങത്തുള്ളൂ. നേരത്തെ നമ്മളെ കുത്തിയ ആണെന്നൊരു സംശയമുണ്ട്. അവൻ പറയണം നിന്റെ അടുത്തല്ലേടാ ഞാൻ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. ഒരു വട്ടം ബാൻ ചെയ്ത് വിട്ടതാ, വീണ്ടും വന്നു ക്യാമറ ആയിട്ട്. അവന്റെ നോട്ടം അത്ര ശരിയല്ല കേട്ടോ. എന്റെ പിള്ളേരവിടെ നിക്കുക. എന്തായാലും നമ്മൾ ഒരു കുത്തും കൂടി മിക്കവാറും വാങ്ങിക്കും. പറയല്ലേ, കുത്തിയൊരു കാര്യം, അതിന് ഫുഡ് കൊടുക്കാതെ അത് നമ്മള് ഫുഡ് കൊടുക്കാതെ നമ്മള് വീഡിയോ എടുത്ത് അതിന് ഒരു കുത്തും തന്നിട്ട് പോയി. മൊത്തം കിളികളല്ലേ. അച്ചോടെ കിടപ്പുണ്ട്. നമ്മളെ റൂം അതാണ്. എല്ലാ ബിൽഡിങ്ങിന്റെ പുറത്തും ഒരു കുതിരയുടെ പടമുണ്ട് അല്ലേ. ഇത് കുതിരയായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടല്ലേ. എന്തായാ എന്തോ നമുക്ക് നോക്കാം. അവിടെ ഒളിച്ചിരിക്കുന്ന കേട്ടോ. എന്തോ എടുക്കുന്നതാ നീ? ഒളിച്ചിരിക്കുകയാണ്. ഇവിടെ പെണ്ണാണ് ആരെങ്കിലും വരുന്നുണ്ടാടാ. ലൂസി വാടാ. പുറത്തോട്ട് ഇറക്കുമ്പോ ഇച്ചിരി ചൂടുണ്ടോന്ന്. ചൂടല്ലേ, സേഫ്റ്റി പ്രോബ്ലം. അതെ, നീ വരുന്നില്ലേ? ബാ പുറത്ത് പോവാ. ഇവിടെ നല്ല കാഴ്ചകളാ. ബാ നീ. ഞാൻ വരുന്നില്ല, വേറെ പണിയില്ല. സേഫ്റ്റി പ്രോബ്ലം. ലൂസി, നീ ഈ കാഴ്ചകളൊക്കെ മിസ്സായി. അതാ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയാ പുറത്ത്. ലൂസി ബാ, ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. ഒളിച്ചത് നോക്കിയാ. നോക്കിയത് ആരാന്ന് നോക്കിയ ലൂസി? ഇവരൊക്കെ നിന്നെ കാണാൻ വന്നതാ. ഗസ്റ്റിനെ കാണാൻ വന്നതാ. എന്നിട്ട് നീ ഇവിടെ ഒളിച്ചകത്തിരിക്കുക. അയ്യേ, ഈ ലൂസിയുടെ കാര്യം ഇത്രയും പേടിയാടാ നിനക്ക്. നോക്കിയേ ആരൊക്കെയാന്ന്. സേഫ്റ്റി വിട്ടുള്ള ഒരു കളിയുമില്ല അല്ലേ. അതെ അതെ, എല്ലാവരെല്ലാം പോയാന്ന്. നമ്മളെ സേഫ്റ്റി വിട്ടുള്ള ഒരു കളിയില്ല. നമ്മൾ ഇവിടെ നിൽക്കും. പുറത്തോട്ടിറങ്ങടാ. കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടെ വന്ന് കണ്ടോളേ. എന്റെ തോളത്തിരുന്ന് കാണാനാണോ നീ ഇവിടെ വന്നത്? പുറത്തോട്ട് വന്ന് എല്ലാരും പോയി വന്നിട്ട് നേരെ ഇരുട്ടി അവിടെ ഇരിക്കടാ നീ. അപ്പൊ തീരുമാനിച്ചാ നീ പുറത്ത് വരുന്നില്ലെന്ന്? അതെ, റിസോർട്ടിൽ വന്ന നമ്മൾ റിസോർട്ടിൽ അതാണ്. പുറത്തോട്ടല്ല, ചുമ്മാ പുറത്ത് കിടന്ന് കറങ്ങാൻ പാടില്ല. നമ്മൾ ആവശ്യമില്ല. നമ്മള് റൂമിലിരിക്കണം. നമ്മൾ അതിനാണ് പേ ചെയ്യുന്നത്. റിലാക്സേഷൻ വന്നിട്ട് നമ്മൾ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. അതാണ്. ഇതൊരു ലെസൺ ആണ് കേട്ടോ.
എന്താണ് ലൂസി ഇനിയെങ്കിലും പുറത്തിറങ്ങൂടെ? ലക്ഷണം കണ്ടിട്ട് ഒരു പ്രതീക്ഷയും വേണ്ട. ആശാൻ ഇറങ്ങത്തേ ഇല്ല. എനിക്കൊന്ന് ഇവിടെ ആനിമൽസിനെയൊക്കെ ഒരുപാട് കണ്ടപ്പോഴേ പുള്ളിക്കാരനൊരു പേടി. അവൻ ഡയറക്റ്റ് ഇവിടുന്ന് കുതിരയൊക്കെ കണ്ടു കേട്ടോ. ഈ ഭാഗത്ത് കുതിരയും മറ്റേ ഒരുപാട് ടൈപ്പ് മാനുകളൊക്കെ വന്നായിരുന്നു. അപ്പം അത് കണ്ടിട്ട് ഇയാള് ഞാൻ സേഫ് ആയിട്ട് അകത്ത് കിടന്നോളാം. ഞാൻ ഇറങ്ങത്തില്ല, നമുക്ക് അതിന്റെ കാര്യം. വാടാ ലൂസി, ലൂസി ഉറങ്ങണ്ടടാ. നീ എന്ത് നോക്കുന്നു? ഇനി കഴിഞ്ഞില്ല പരിപാടി, സെർച്ച് ചെയ്ത് കഴിഞ്ഞില്ല. നമ്മള് ലൂസിയെ കൊണ്ട് പുറത്തൊക്കെ വന്ന്, ലൂസി നമ്മളെ പാച്ചുവിന്റെ മേളിലാട്ടോ. വിന്റർ അങ്ങോട്ട് തുടങ്ങാൻ പോയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാച്ചുമായിട്ട് ഇറങ്ങാം അല്ലേ. ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോകള് വിന്റർ സീരീസ് ആയിരിക്കും അല്ലേ. ലൂസി ഇന്ന് നിന്റെ ദിവസമാടാ, അടിച്ച് പൊളിച്ചോണേ. ഫുഡ് നമ്മള് റൂമിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ എന്താ നടക്കുന്ന? പേടി മാറി കേട്ടോ. പേടിയൊക്കെ മാറി, ആള് സെറ്റ് ആയിട്ട്. നമ്മൾ ഓർഡർ ചെയ്ത പിസ്സയാണ്. ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്തു. ലൂസി നീ ആരെ വീഡിയോ കാണുന്ന നോക്കിയേ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അവിടുത്തെ വൈബ് കണ്ട എല്ലാരും ഫുഡ് അടിച്ചോണ്ടിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈം വരടാ. ഇവിടെ കാണുന്നില്ല നമ്മള് ഫുഡ് കൊടുത്തു അല്ലേ. അതെ അതെ, ഇന്നലെ ഫുഡ് കൊടുത്ത്. ലവനാണ് നമ്മളെ കുത്തിയത്. എന്റെ അമ്മയെ നോക്കുന്നേരം പൊന്നളിയാ ഇങ്ങോട്ട് വരുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, നീ അങ്ങോട്ട് എങ്ങനെ പോകും? അളിയനോ? അതൊരു പുതിയ അളിയനാ. അവൻ പറയണ നിനക്ക് ഇന്നലെ കിട്ടിയത് പോരേടായിരുന്നു. റിസപ്ഷൻ ഇതാണ് കേട്ടോ. ഇത് ഫുൾ റൂംസും അതിന്റെ പാർക്കിങ്ങും ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ സ്പായും എല്ലാം ഉണ്ട്, അതിനെല്ലാം പെയ്ഡാണ്. പിന്നെ നമുക്ക് വേറൊരിതുണ്ട്, ബാർബിക്യൂവിനും കൂടെ പ്രിപ്പയർഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് നമ്മുടെ ബാക്ക് യാർഡിൽ തന്നെ ചെയ്യാൻ പറ്റും. അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിരുന്നു, പക്ഷെ അത് നമ്മൾ ചെയ്തില്ല, പ്രിപ്പയർഡ് ആയിരുന്നില്ല. പിന്നെ മൊത്തം തുളസിയുടെ ഈ മാനയൊക്കെ പോയ ഇതിലെ ഒരു പാസേജ് ഉണ്ട് കേട്ടോ. ഇതിലെ ഇങ്ങനെ ക്രോസ് ചെയ്ത വഴിക്ക് പോവാം. അല്ല ഭയങ്കര ഫാസ്റ്റാണ്. നിമിഷം കൊണ്ട് ഒരു ഏരിയ നിന്ന് ഒരു ഏരിയ ചെല്ലും. ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ അവിടെ വയ്ക്കുന്ന കാണാം. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു ടേബിൾ ടെന്നീസ് കോർട്ടും ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ഉണ്ടോ, വോളിബോൾ കോർട്ടും എല്ലാം ഉണ്ട് ഇവിടെ. നിങ്ങൾ അമ്യൂണിറ്റീസ് കൊണ്ടുവരണ്ട, എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് കേട്ടോ ഇവിടേക്കുള്ള പൂള്. ചെറിയ പൂളാണ്. ചെറുതെന്ന് വെച്ചാൽ ലെങ്ത് കുറവാണ്, പക്ഷെ ഇവിടെ അത്യാവശ്യം ഡെപ്ത് ഉണ്ട്. ഇത് പൂൾ ബാറാണ് കേട്ടോ. പക്ഷെ ഇതിപ്പം ഇന്നലെ ചിലപ്പോൾ ഓപ്പൺ ആയിരുന്നിട്ടുണ്ടായിരിക്കും അല്ലേ. ഇന്നലെ നമ്മൾ ഈവനിങ് ഇവിടെ വന്നില്ല. ഈ സിമ്പിളിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല തണലും കിട്ടും. സോളാർ പാനലാണ് കേട്ടോ. സോളാർ പാനൽ വെച്ചിട്ടുണ്ട് അവര്. ഇത് വലിയൊരു യൂണിറ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടേക്ക് ഇല്ല, ഇവിടുന്ന് തന്നെ ആയിരിക്കും ഇവിടേക്കുള്ള ഇലക്ട്രിസിറ്റി കിട്ടുന്നതെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇവിടെ വരെയുണ്ട്. ഇങ്ങോട്ടാ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാന്നേ. ഇവിടെ ഇതുപോലുള്ള ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട് നമ്മളെ പഴയ ടൈപ്പ് വണ്ടികൾ. ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണത്തില്ലേ ആ സംഭവം. വാവ്, ഇത് അടിപൊളിയാണ് കേട്ടെ. ഇതെല്ലാം എഴുതിയിട്ടുണ്ടല്ലേ, നിർവ്വാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ വേറൊരാളുണ്ട്. ആ ഇത് കൊള്ളാല്ലേ. ഇയാളും ഉണ്ടാ ഇവിടെ? ഇതുവരെ കണ്ടില്ലായിരുന്നു. വണ്ടിയൊക്കെ നോക്കി നിൽക്കുക. ഗസ്റ്റ് ഒരുപാടുണ്ട്. ആനിമൽസിനെ സ്നേഹിക്കുന്നവര് ഉറപ്പായിട്ടും വരേണ്ട പ്ലേസാ. കാര്യം അത്രയ്ക്ക് വെറൈറ്റി ഉണ്ട് ഇവിടെ. ലൂസിക്ക് ഇവിടെ ഫ്രീ ആണ് കേട്ടോ. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ചാർജ് ചെയ്യും. പക്ഷേ ഇത് ലൂസിക്ക് ഫ്രീ ആണ്. പക്ഷെ ഡോഗിന് ഇവിടെ എന്തോ ചാർജ് ചെയ്യുന്നുണ്ട്. എന്താന്ന് എത്രയാണെന്ന് വെച്ചാൽ അറിയത്തില്ല. അടിപൊളി വരാം അല്ലേ. ആ തണലും ഉണ്ട് അവിടെ. ഇതുണ്ട്. ജീവികളെയും കണ്ട കൂട്ടത്തിൽ അതിനകത്ത് പാമ്പ് കാണാൻ സാധ്യതയുണ്ട്. പാമ്പ് കാണാൻ ചാൻസ് ഉണ്ട്. ഹായ് ബ്രോ എന്നും പറഞ്ഞ് ചിലപ്പോൾ തോളത്തിലായിട്ടോണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ മരങ്ങളെ അടുത്തെല്ലാം ഒരു ചെറിയ പേടിയുണ്ട് ഇപ്പൊ. പക്ഷെ എല്ലാം ഫ്രണ്ട്ലി ആട്ടോ. പാമ്പ് ഒരിക്കലും ഫ്രണ്ട്ലി ആവില്ല. അതെന്ത് ഏറ്റവും വലിയ ഓട്ടക്കാരല്ലേ. കിട്ടും നന്നായിട്ട്. എത്ര km/h? നമ്മളാ പ്രതികരിച്ച് അവനാണ് ആക്ച്വലി അതിന്റെ ലീഡർ. പുള്ളിക്കാരനാ എല്ലാരെയും ഓടിച്ചുകൊണ്ട് വരുന്നത്. എല്ലാരും മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. വൈറ്റമിൻ ഡിയുടെ ഷോർട്ടേജ് ഉണ്ട്. ഓ അത് ശരി. ഒന്ന് തൊട്ടോട്ടെ, ഒരു വട്ടം തൊട്ടോട്ടെ. ഇതാണ് ഇവിടുത്തെ പ്രീമിയം റൂംസ്. അവിടേക്ക് ഈ വ്യൂ ഒക്കെ ഉണ്ട്. വരുന്നേടാ നമ്മളെ വീട്ടിനടുത്ത് വരാമെങ്കിൽ ഫുഡ് തരാം നിനക്ക്. അവനെ നമ്മൾ വിളിച്ചു, അപ്പോൾ കൂടെ പോരുന്നു. ആ നീ
വാടാ വാ 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 കഴിക്കാം, ഫുഡ് കഴിക്കാം. വാ നമ്മൾ വാക്കാം ബ്രേക്ക്ഫാസ്റ്റ്. കഴിച്ചു കേട്ടാ. ഇതാരാ നോക്കിയേ? എൻ്റെ ഫ്രണ്ടാടാ. ഓക്കെ ഫുഡ് കഴിക്കാ. നമുക്ക് ഇഷ്ടമുണ്ടടാ ഫുഡ് കഴിക്കാൻ വന്നാ അങ്ങനെ വിളിച്ചോണ്ട് വന്നേ നമ്മള്. ആദ്യം വെള്ളം ഒന്ന് ചൂടാവണം അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇത് കോഫി വരത്തുള്ളൂ. ലൂസിയുടെ ഫ്രണ്ട് കണ്ടോ പുറത്തൊന്നും ലൂസി ഇതാരാടാ? അവൻ നോക്കുമ്പോ അകത്തൊരുത്തം നിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്കെന്തിനാ ഞാൻ പുറത്തേക്കുന്നത്? ഞാനും അകത്ത് കയറാം. ഓർമ്മിക്കാനും നമ്മളവിടെ വരും. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് റാസൽ ഖൈമ എയർപോർട്ടിന്റെ തൊട്ടടുത്താണ് കേട്ടോ. ഇത് എമിറേറ്റ്സ് ആണ് കേട്ടോ, ട്രയൽ റണ്ണോ. എമിറേറ്റ്സ് ഉണ്ടോ ലൂസി? കണ്ട് 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 എങ്ങനെ ഉണ്ടായിരുന്നു എമിറേറ്റ്സ്? അത്ര പോരാ. അങ്ങ് പോയി, അങ്ങ് ദൂരെ പോയി. മോർണിംഗ് വാക്കിങ്ങിന് ഇറങ്ങിയാണ് അവിടെ രണ്ടുപേര്. ഓ കുറച്ച് അവർ ഗ്രാസ് കഴിക്കണമെന്ന് പറഞ്ഞു. ആ ഗ്രാസ് തിന്നാൻ ഇറങ്ങിയതാ. എവിടെ പോണോ രണ്ടുപേരും കൂടി? ലൂസി എന്റെ ഫ്രണ്ടടാ. ഇവിടെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. അവനെ പോണ്ട കേട്ടാ, റിലാക്സ് ചെയ്തങ്ങ് കിടക്കിയ. പോവാ നമുക്ക്, സമയമായി. ഓ ഇന്ന് പോണ്ടെന്നേ, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്താലാ എന്നവൻ ചോദിച്ചു. ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. എന്താ പറയുന്നത്? ഈ വീഡിയോ നമ്മള് പെറ്റ് ലവേഴ്സിന് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഇത് പെറ്റ്സ് ആണ് സ്പെഷ്യലി ഇൻവോൾവ് ആവേണ്ടത്. എല്ലാ റൂമുകളിലും നമുക്ക് പെറ്റ്സിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മൾ ആക്ച്വലി പൂളുണ്ടായിട്ടും പൂളിലോട്ട് പോകാനുള്ള നമ്മൾ റെഡി ആയിരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ടു തീരാൻ തന്നെ സമയം എടുക്കും. ഇവനാണ് ആ ആള് കേട്ടാ. മാറി തരാം. അവന് സ്റ്റിക്ക് കാണാൻ ഇഷ്ടമല്ലേ? അവൻ ഇന്നലെ നമ്മളെ ഉപദ്രവിക്കാൻ കാരണം വേറൊന്നുമല്ല, ഈ സ്റ്റിക്ക് കണ്ടിട്ടാ. എന്റെ ഒരു ഇത് സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലേ, ട്രൈപോഡ് കാണുന്ന അവന് ഇഷ്ടമല്ല. അവന് കാണുമ്പോ അവന് തോന്നുന്നു അവനെ ഉപദ്രവിക്കാൻ ചെല്ലേന്ന്. അതാണ് അവൻ കുത്തി തന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. വാടേ ഇവിടേക്ക് ഫുഡ് കൊടുക്കണമായിരിക്കും അല്ലേ? അതാ വരുന്നത്. അതെ, ഗ്രാസ് മേടിച്ചിട്ട് വരാവേ. എന്തുകൊണ്ട് അങ്ങനെ നമ്മള് സ്വിമ്മിംഗ് പൂളിൽ വരെ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇവിടെ മരം ഉള്ളത് കൊണ്ട് തണലും ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ പൂൾ എക്സ്പീരിയൻസ് ചെയ്തില്ല എന്നുള്ള വിഷമം വേണ്ട, ഞങ്ങൾ പൂളും എക്സ്പീരിയൻസ് ചെയ്തു. നല്ല പൂളാട്ടോ. അങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. നമ്മൾ കുറച്ച് പേരെ കണ്ടു. കുറച്ച് മലയാളീസ് അവിടെ ഉണ്ടായിരുന്നു. ഹലോ, ബ്രേക്ക്ഫാസ്റ്റ് 11 മണി വരെ ഉണ്ട് കേട്ടോ. നമ്മള് ലേറ്റായി, 10:45. അവർ മിക്കടും വെള്ളം ഒഴിച്ചു കാണും. അതാണ് പോയി നോക്കാം എന്താ ഉണ്ടെന്ന്. ഇന്നലെ നമ്മള് ഡിന്നർ റൂമിൽ വരുത്തിയാണ് കഴിച്ചത് അല്ലേ? ഇവിടുത്തെ ബുഫേ സിസ്റ്റം ആണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഫുഡ് കളക്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് ഉണ്ടാകും ഇവിടെ വന്നിരുന്നിട്ട് കഴിക്കാം. കൊള്ളാം അല്ലേ? ഫ്രൂട്ട്സിൽ തുടങ്ങാം അല്ലേ? ഇഡ്ഡലി സാമ്പാറും ഉണ്ട് കേട്ടോ. അതിന്റെ സന്തോഷമാണ്. എടുത്തു അവിടെ ഒരാളുണ്ട്. ഫുഡ് കൊള്ളാം കേട്ടോ. രസമുണ്ട്. ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ കാണാം. പുറത്തിരിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ. ഇതെന്തോടെ എന്തോന്ന് ഇവിടെ ഇരിക്കുക? ഈച്ച അടിക്കുക. നമ്മുടെ നാട്ടിൽ വെറുതെ ഈച്ച അടിക്കുക ചിരിക്കുന്ന അറിയില്ലേ? ആ ഈച്ചടി പൈ കാണുന്ന അവിടെ 2 എമ്മു കിടക്കുന്നുണ്ട്. പറയില്ല. പുറത്തിങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞ്. യൂസി ഇവിടെ ഉണ്ട്. യൂസി ബേഡിനെയൊക്കെ വാച്ച് ചെയ്യാണ് അല്ലേ? ബേഡ് വാച്ച് ചെയ്യാൻ മാത്രമല്ല, അവിടെ സൈഡിലൊരു എമോ ഇരിപ്പുണ്ട്. അതാണ് ഒന്നല്ല, 2 പേര്. 2 പേരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ടാഗ് ഇട്ടേക്കുന്നത്. എങ്ങാണം ഓടി വന്നാ. ഈ കാണുന്ന എല്ലാം ഇവിടേക്കുള്ള പുതിയ കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 2-3 മാസത്തിനകം ഓപ്പൺ ആവും. ഇവിടെ യോഗയുണ്ട് കേട്ടോ. നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാമെങ്കിൽ പല പാക്കേജുകളുണ്ട്. വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. ഇപ്പം നാളത്തേക്ക് വേണമെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. ഇന്നത്തെ ലൂസിയുടെ സ്പെഷ്യൽ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? വിളിച്ചില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ലൂസി, അരുൺ signing off from Nirvana Retreat. അങ്ങനെ ലൂസി സെറ്റ്, പാച്ചു സെറ്റ് നമുക്ക് പോവാൻ റെഡി ആവുകയാണ്.
റിസപ്ഷനിൽ പോയി നമ്മുടെ കീ കൊടുത്തിട്ട് തിരിച്ചു പോവാം. ക്യാമറ വുമൻ ശരണ്യ അറിയില്ലായിരുന്നു. ക്യാമറ വുമൻ ശരണ്യ ഇല്ലാതെ പോവാൻ പോടാം. പോട്ടെ. ഹാപ്പി ആയിരുന്നോ? വളരെ ഹാപ്പി. ഒരു ദിവസം കൂടി നിന്നാലാ ഋഷി? അവന് സമ്മതോ? അവനൊരു കുഴപ്പമില്ല, പക്ഷെ നമുക്ക് സമ്മതമല്ല മോനെ. നമ്മളങ്ങനെ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. നമ്മള് വരുന്ന വഴി ചിലര് വരുന്ന കണ്ട ഇതൊരു ക്യൂ ആയിട്ട് വരുന്ന എന്തെങ്കിലും അസംബ്ലി അല്ലോട്ടോ.